JSKനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് കോമഡി ആയിട്ട് തോന്നണം. JSK എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ പുത്തൻ ചിത്രം അങ്ങനെ സെൻസർ ബോർഡ് പിടിച്ചു വെച്ചേക്കായിരുന്നു. സെൻസർ ബോർഡിന്റെ ഓരോ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ജാനകി എന്ന് പറഞ്ഞിട്ടുള്ള പേര് മാറ്റാതെ ഞങ്ങൾ ഈ പടം നിങ്ങൾക്ക് വിട്ടുതരില്ല, റിലീസ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ജാനകി എന്ന് പറഞ്ഞ പേര് മാറ്റണം എന്നുള്ള പിടിവാശി മൂത്ത് കഴിഞ്ഞപ്പോൾ ജഡ്ജി ആ പടം കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കാണാമെന്നുള്ള തീരുമാനത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ആ വലിയ പേരിട്ട സിനിമയുടെ പേരിന് ഒരു മാറ്റം കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒന്ന് അയഞ്ഞു തരാൻ ഞങ്ങൾ സമ്മതിക്കാമെന്ന് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെൻസർ ബോർഡിന്റെ വലിയ മനസ്സിന് നന്ദി. സെൻസർ ബോർഡ് പറഞ്ഞ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ജാനകിയുടെ പേരിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ എവിടെയെങ്കിലും ഇനിഷ്യലി ചേർക്കണം. അപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. പണ്ട് നമ്മുടെ ഏയോട്ട സിനിമയിൽ പട്ടാളം ജാനകി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കഥാപാത്രത്തെ കണ്ടിട്ടില്ല. നല്ല കോമഡി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ആ ചേച്ചി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ജാനകി എന്ന് പറഞ്ഞ ഒരുപാട് സിനിമാ പേരുകളും സിനിമാ കഥാപാത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ഈ കാലത്ത് 2025 ഈ വക കോമഡി ഡയലോഗ് അടിച്ച് ജാനകി എന്ന് പറഞ്ഞ പേരിട്ടത് വലിയ തെറ്റാണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ മോശം കാര്യം തന്നെയാണ്. വളരെ കോമഡി കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ കോമഡി കണ്ടന്റ് ഈ സംഭവം ഇങ്ങനെ കത്തിപ്പുകയുമ്പോഴും ഇതിനെതിരെ ഓരോ സിനിമാ പ്രവർത്തകരൊക്കെ ഇങ്ങനെ പരിഹാസ രൂപേണ ഓരോ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ലിജോ പല്ലിശ്ശേരി ഇപ്പൊ ഇട്ടിട്ടുണ്ട് V4 എന്ന് പറഞ്ഞ് കുറെ കുത്തുകൾ ഫേസ്ബുക്കിൽ. ഇപ്പൊ V ചേർത്താൽ മതി എന്നാണ് ഇവർ ഉദ്ദേശം. അതായത് ജാനകിയുടെ പേരിന്റെ പിന്നിലോ മുന്നിലോ ഇനിഷ്യലി ചേർക്കണം. അപ്പൊ ഈ സിനിമയിലെ കഥാപാത്രം ജാനകി വിദ്യാധരാണ്. പൂർണ്ണമായിട്ടുള്ള ഫുൾ നെയിം, പൂർണ്ണ നാമം ജാനകി വിദ്യാധരൻ പിള്ള എന്നാണ്. അപ്പൊ ജാനകിയുടെ അച്ഛന്റെ പേര് വിദ്യാധരൻ. അപ്പൊ വിദ്യാധരന്റെ V, അപ്പൊ ജാനകി V അല്ലെങ്കിൽ V ജാനകി. അതുകൊണ്ടാണ് ലിജോ ജോസ് പല്ലിശ്ശേരി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് V4 എന്താണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജൂഡ് ആന്റണി ഇപ്പൊ മോഹൻലാലിന്റെ മകളെ വെച്ചിട്ട് പുത്തൻ സിനിമ ചെയ്യാൻ പോകുന്നു. തുടക്കം എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ പോകുന്നു. അപ്പൊ ജൂഡ് ആന്റണി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് V4 വിവരദോഷം അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതായത് എല്ലാവരും പറയുകയാണ് ഇതൊക്കെ ഭൂലോക മണ്ടത്തരമാണ്. ഇത് ഏതവന്റെ തലയിൽ തോന്നിയ ഐഡിയ ആണാവോ ഈ ഇതുപോലെ സെൻസർ ബോർഡിനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് പറയിപ്പിച്ച് ഈ പടം ഒന്ന് തടഞ്ഞു നിർത്തി അങ്ങനെ ഈ പടത്തിന് നല്ലൊരു പേര് കിട്ടുകയും പിന്നീട് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ കൊടുത്ത് സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു പൊടിപ്പും തൂങ്ങലൊക്കെ ചേർത്ത് പേരിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തി സിനിമ ആളുകളുടെ ഇടയിലേക്ക് ഇറക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ഓടിപ്പോയി ഈ പടം കാണും, പടത്തിന് ഭയങ്കര ഹൈപ്പ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിരിക്കാട്ടാ, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നടന്മാരൊന്നും ഇതിനെപ്പറ്റി വലിയ രീതിയിലൊന്നും വിമർശിക്കാത്തതും മിണ്ടാത്തതും. അങ്ങനെയും ചിന്തിക്കാം. അപ്പൊ പടത്തിന് ഒരു പേരും പ്രശസ്തിയും കിട്ടിക്കഴിയുമ്പോൾ ജനങ്ങള് മണ്ടന്മാരാണല്ലോ, ജനങ്ങളെ കഴുതകളാക്കുന്ന പരിപാടിയാണല്ലോ കുറെ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലൂടെ വലിയ ഹൈപ്പ് മേടിക്കാമെന്നായിരിക്കാം. അതെന്തോട്ടെ. പക്ഷെ നമ്മുടെ മുരളി ഗോപി ഈ വിഷയത്തെ എങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്? ആൾക്കൂട്ട കൊലപാതകം. ജാനകിയുടെ പേര് മാറ്റാൻ പറഞ്ഞ ഈ സംഭവത്തെ സെൻസർ ബോർഡ് മാറ്റാൻ പറഞ്ഞ പിടിവാശിയെ നമ്മുടെ മുരളി ഗോപി ഇങ്ങനെയാണ് വിമർശിച്ചിരിക്കുന്നത്. ഒരു ആൾക്കൂട്ട കൊലപാതകം ശരിയല്ലേ? എന്താടവേ നടക്കണത്? എന്തൊരു ഭൂലോക പൊട്ടത്തരമൊക്കെ വിളിച്ച് പറയണേ. പേര് മാറ്റിയില്ലെങ്കിൽ പടം പുറത്തിറക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു പേരിലൊക്കെ എന്തിരിക്കണ്? എത്ര പടങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ജാനകി എന്ന് പറഞ്ഞ പേര് വന്നത് കൊണ്ട് ഇവിടെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേര് വന്നതുകൊണ്ട് യാതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഈ മതവികാരം വ്രണപ്പെടും എന്നൊക്കെ പറഞ്ഞ ചിലരുടെ മാത്രമുള്ള തലയ്ക്കകത്ത് ഇങ്ങനെ വട്ടം കറങ്ങുന്ന ചിന്തകളുടെ കുഴപ്പം മാത്രമാണ്. ഇവിടെ യാതൊരു മതവും വ്രണപ്പെടുന്നില്ല. മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. എല്ലാവരും നല്ല സ്നേഹമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നിങ്ങൾ ചിന്തിക്കണ പോലെ പൊട്ടത്തരൊക്കെ വിളിച്ചു പറഞ്ഞ് അതെല്ലാം അതേപാടി കേട്ട് മിഴുങ്ങി ഇങ്ങനെ അന്തം ഒന്നുമില്ലാണ്ട് ബോധമില്ലാണ്ട് ഇരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന മണ്ടത്തരല്ലേ. സെൻസർ ബോർഡ് ഒന്നും കൂടി ആളറിഞ്ഞ് കളിച്ച് മര്യാദയ്ക്ക് അത് കൃത്യമായൊരു കാര്യം പറയുകയാണെങ്കിൽ സെൻസർ ബോർഡിന് ഇത്രയേറെ ട്രോളുകളൊന്നും ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു. ഇത് ആദ്യം മുതലൊരു പിരിവാശി പോലെ പേര് മാറ്റണം, കഥാപാത്രത്തിന്റെ പേര് മാറ്റിയാലേ പറ്റുള്ളൂ, ഈ തരത്തിൽ പേര് കൊടുക്കാൻ പാടില്ല, അത് രാജ്യത്ത് വലിയ സംഭവം പ്രശ്നം ഉണ്ടാക്കും. അതൊക്കെ മണ്ടത്തരം തന്നെയാണ്, മണ്ടത്തരം. അപ്പൊ പറഞ്ഞു വരുന്നത് JSK എന്ന് പറഞ്ഞ പടത്തിന്റെ പേരിൽ ജാനകി എന്ന് പറഞ്ഞ പേരിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ V ചേർക്കണമെന്ന്. V ചേർക്കണമെന്നാണ് പറയുന്നത്. കുറെ പേരൊക്കെ കമന്റ്സുകളൊക്കെ ഇങ്ങനെ ഇട്ടുകൂട്ടുണ്ട്. V4 വെനം, V4 വിവരദോഷം, അത് വിദ്വേഷം, അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ ഇട്ടുകൂട്ടുന്നുണ്ട്. ഇതൊക്കെ ഫുൾ കോമഡി ആയിട്ടാണ് ജനങ്ങൾ എടുക്കുള്ളൂ. ജനങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവാൻ അവർ ബുദ്ധിയുള്ള ജനത തന്നെയാണ്, ബുദ്ധിയുള്ള മനുഷ്യരാണ് ഇന്നത്തെ കാലത്തുള്ളത്. അപ്പൊ അവരെ വെറുതെ പൊട്ടന്മാരാക്കി അവരുടെ മുന്നിൽ വെറും കോമാളികളായി മാറുകയാണ് നിങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സിനിമയിൽ അഭിനയിച്ച മെയിൻ നടനോട് പോലും ഇതിനെപ്പറ്റി ഈ കാര്യത്തെ പറ്റിയൊക്കെ ചോദിക്കാൻ പോലും മാധ്യമപ്രവർത്തകർ ഭയപ്പെടുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്.
അവരതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും വലിയ ശക്തിയൊന്നും കാണിക്കുന്നില്ല. അല്ലെങ്കിൽ എന്തിനും കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ നൈസായിട്ട് മുന്നോട്ട് പോവുകയും. എന്തായാലും നമ്മുടെ ജനങ്ങളൊന്നും പറ്റിക്കാന്ന് വിചാരിക്കേണ്ട. ജനങ്ങൾ നല്ല ബുദ്ധിയുള്ള കൂട്ടരാണേ. അപ്പൊ പണ്ടൊക്കെയാണ് പൊതുജനത്തെ കഴുതകളാക്കാനുള്ള പരിപാടികൾ. ഇപ്പൊ പറ്റില്ല കേട്ടാ. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാം. സിനിമയൊക്കെ പേര് മാറ്റാണ്ടിരിക്കുക, എന്തിലാവട്ടെ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.